പലർക്കും ഉണ്ടാവുന്ന പ്രശ്നമാണ് കുഴിനഖം. വളരെ വേദനാജനകമായിട്ടുള്ള ഒരു രോഗമാണിത്. ഇത് മാറ്റാൻ ഒരുപാട് നാട്ടറിവുകൾ, നാട്ടുവൈദ്യങ്ങളുണ്ട്. അതിനെ പറ്റിയിട്ടാണ് ഈ വീഡിയോ. ആദ്യമായിട്ട് ചെറുചൂടുള്ള ഉപ്പുവെള്ളം കൊണ്ട് നല്ലപോലെ കഴുകുക. കഴുകിയതിന് ശേഷം പച്ചമഞ്ഞളും മൈലാഞ്ചിയും ചേർത്തരച്ച് 3 ദിവസം പൊതിഞ്ഞ് കെട്ടിവെക്കണം. ശർക്കരയും ചുണ്ണാമ്പും രണ്ടും യോജിപ്പിച്ച് പുരട്ടുക. പനയുടെ പച്ചപ്പട്ട എടുത്തതിന് ശേഷം അത് ചെറുതായി അരിഞ്ഞതിന് ശേഷം വെളിച്ചെണ്ണയിലിട്ട് കാച്ചിയതിന് ശേഷം ആ എണ്ണ കുഴിനഖത്തിൽ ഒഴിക്കുക. കസ്തൂരി മഞ്ഞളും കറ്റാർവാഴയുടെ ജെല്ലിയും ചേർത്ത് നന്നായി യോജിപ്പിച്ച് പുരട്ടുക. മൈലാഞ്ചി അരച്ച് പുരട്ടുക. തുമ്പ സമൂലം അരച്ച് ഉപ്പ് ചേർത്ത് വയ്ക്കുക. മൈലാഞ്ചിയും ആര്യവേപ്പും പച്ചമഞ്ഞളും കൂടി അരച്ച് പുരട്ടുക. വെളിച്ചെണ്ണയിൽ ഉപ്പ് പൊടിച്ച് പുരട്ടിയതിന് ശേഷം അതിൽ പുരട്ടുക. എരുക്കിൻ്റെ പാല് കുഴിനഖത്തിൽ ഒഴിക്കുക. നല്ല വേദനയുണ്ടാകും, പക്ഷേ 2-3 നേരം ഒഴിച്ചു കഴിഞ്ഞാൽ മാറുന്നതാണ്. ചെറുനാരങ്ങ തുളച്ച് അതിൽ ഉപ്പിട്ട് വിരൽ ഇറക്കി വയ്ക്കുക. ദിവസം 2-3 പ്രാവശ്യം ചെയ്യേണ്ടി വരും. പച്ചമരുന്ന് കടയിൽ കിട്ടുന്ന പടിക്കാരം എന്ന് പറയുന്ന സാധനം, ഷേവ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന സാധനം പൊടിച്ചതിന് ശേഷം അത് ഒരു തുണിയിൽ കെട്ടിയതിന് ശേഷം കുഴിനഖത്തിൽ നനച്ച് ഇടുക. മഞ്ഞൾ വെളിച്ചെണ്ണയിൽ കാച്ചിയതിന് ശേഷം ധാര കോരുക. പപ്പായയുടെ കറ ഒഴിക്കുക. മൈലാഞ്ചി അരച്ചതിന് ശേഷം കുഴിനഖത്തിൽ വെച്ച് കെട്ടുക. ഇങ്ങനെ 3 ദിവസം ചെയ്യണം. തൊട്ടാവാടിയും പച്ചമഞ്ഞളും ചേർത്ത് അരച്ച് പുരട്ടുക. കറ്റാർവാഴ പോള വെച്ച് കെട്ടുക, അല്ലെങ്കിൽ അതിൻ്റെ നീര് പല പ്രാവശ്യം പുരട്ടുക. കമ്പിപ്പാല എന്ന ചെടിയുടെ നീരിൽ അല്പം ചുറുക്ക ചേർത്ത് ഒഴിക്കുക. പച്ച ഈർക്കിലി വെളിച്ചെണ്ണയിൽ കാച്ചിയതിന് ശേഷം ആ എണ്ണ ചൂടോടുകൂടി അവിടെ പുരട്ടുക. നാരങ്ങ നീരും മഞ്ഞൾപ്പൊടിയും വെളിച്ചെണ്ണയും ചേർത്ത് പുരട്ടുക. കാട്ടാവണക്ക് അല്ലെങ്കിൽ കടലാവണക്ക് എന്ന് പറയുന്ന ചെടിയുടെ നീര് കുഴിനഖത്തിൽ ഒഴിച്ചാൽ മതി. രാവിലെ മൂത്രം ഒഴിക്കുന്ന സമയത്ത് കുഴിനഖത്തിൽ മൂത്രം ഒഴിക്കുക. വളരെ പെട്ടെന്ന് മാറുന്നതാണ്. ഇത് വളരെ നല്ല ഒരു മരുന്നാണ്. അതേപോലെ ഏത് മുറിവുണ്ടായിക്കഴിഞ്ഞാലും ഉടൻ തന്നെ മൂത്രം അവിടെ നിർത്തുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് മാറ്റമുണ്ടാകും. ചെവി വേദനയ്ക്കും ഇതേപോലെ തന്നെ ചൂടുള്ള മൂത്രം ചെവിയിൽ ഒഴിച്ചാൽ മതി. ആയുർവേദ കടകളിൽ കിട്ടുന്ന മുറിവെണ്ണ ഒരല്പം തുണിയിൽ പുരട്ടിയതിന് ശേഷം അവിടെ വെച്ച് കെട്ടുക. ഇത് ഏത് മുറിവിനും വ്രണത്തിനും ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ തന്നെ എല്ലാ വേദനകൾക്കും ഈ പ്രയോഗം ചെയ്യാവുന്നതാണ്. തേങ്ങാപ്പാൽ കാച്ചിയതിന് ശേഷം വെളിച്ചെണ്ണയാക്കി ആ വെളിച്ചെണ്ണ അവിടെ പുരട്ടുക. മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വെള്ളം തിളപ്പിച്ചതിന് ശേഷം സഹിക്കാവുന്ന ചൂടിൽ കാല് ആ വെള്ളത്തിൽ മുക്കിയിടുക. കുഴിനഖം ഭേദമാകും. ഉപ്പും കുടംപുളിയും ഇട്ട് തിളപ്പിച്ച വെള്ളം ധാര കോരുക. അതിനുശേഷം കറ്റാർവാഴയുടെ ഉള്ളിലെ ജെൽ അവിടെ പുരട്ടുക. ചൂടുള്ള ഉപ്പുവെള്ളം ധാര കോരിയാലും ഇതിന് വളരെ നല്ലതാണ്. 1 സ്പൂൺ വെളിച്ചെണ്ണയിൽ ചെറിയുള്ളി ചതച്ചതും ഉപ്പും കൂടി ചേർത്തതിന് ശേഷം ചൂടാക്കിയതിന് ശേഷം കുഴിനഖത്തിൽ പുരട്ടുക. 2 കുടംപുളിയും 1 നുള്ളു കല്ലുപ്പും 1/2 ഗ്ലാസ് വെള്ളത്തിൽ ചൂടാക്കിയതിന് ശേഷം ഈ ചൂടുവെള്ളം കൊണ്ട് ധാര കോരുക. വെളിച്ചെണ്ണയിൽ ഉപ്പ് ചേർത്ത് തുടരെ പുരട്ടിയാൽ മതി. മുയൽച്ചെവിയൻ എന്ന ചെടി സമൂലം അരച്ച് പുരട്ടുക. സ്വന്തം മൂത്രം ചൂടോടുകൂടി ഇതിൽ ഒഴിക്കുന്നതാണ് ഏറ്റവും നല്ല ചികിത്സ. കുഴിനഖത്തിന് ഇത്രയും പറഞ്ഞ മരുന്നുകൾ തന്നെ ധാരാളമാണ്. നിങ്ങൾക്ക് അനുയോജ്യമായത് ചെയ്തു നോക്കുക, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ മരുന്ന് സ്വയം ചെയ്യുക. ഇതെല്ലാം നിരുപദ്രവമായിട്ടുള്ള മരുന്നുകളാണ്. ഒട്ടും തന്നെ ദോഷം ഉണ്ടാക്കുന്നതല്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയത് സ്വയം ചെയ്യുക. കുഴിനഖത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് മുക്തി പ്രാപിക്കുക.